എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറക്കാറുണ്ട്. അപ്പം ഇതേപോലെ ഐസ് കട്ട നമ്മുടെ താഴ്ഭാഗത്ത് കുറച്ചാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നേരം ഫ്രിഡ്ജ് തുറന്നാലും ആ തണുപ്പ് പോവാതെ തന്നെ നമുക്ക് ഫ്രിഡ്ജിനകത്ത് തണുപ്പ് നിൽക്കും. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ദോശ ഒക്കെ ചുടുമ്പോഴത്തേനും നമ്മുടെ നോൺ സ്റ്റിക്കൊക്കെ പോയ പാനുണ്ടല്ലോ, നോൺ സ്റ്റിക്ക് പാനൊക്കെ കോട്ടിങ്ങൊക്കെ പോയതാണെങ്കിൽ ഇതേപോലെ ഐസൊന്ന് അടുപ്പത്ത് വെച്ച് ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ട് ഐസ് വെച്ചൊന്ന് തേച്ച് കൊടുക്കുക, എല്ലായിടത്തും ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പം ആ സൈഡ് ഭാഗത്തൊക്കെ എത്ര കട്ടിയായിട്ട് പിടിച്ചിരുന്നാലും ഇതേപോലെ ഐസ് വെച്ചൊന്ന് തേച്ച് കൊടുത്താൽ മതി. ആ ചൂടോട് കൂടി തന്നെ നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കുക എല്ലായിടത്തും. അപ്പോൾ നല്ലൊരു പാന് നല്ലൊരു സോഫ്റ്റും ആയിരിക്കും. അതെല്ലാം കോട്ടിങ് പോയതാണെങ്കിൽ തന്നെ നമുക്ക് ദോശയൊക്കെ നല്ല രീതികളായി കിട്ടും. പിന്നെ ഒരു സവാള വെച്ചൊന്ന് തേച്ച് കൊടുക്കുക. സവാള തൊലി കളഞ്ഞ ശേഷം അതും ഒന്ന് വെച്ച് തേച്ച് കൊടുക്കുക. അതിനുശേഷം ഇനി കണ്ടോ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ സവാളയും ആ ഉപ്പും കൂടെ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പം അതിൻ്റെ ആ കോട്ടിങ്ങിൽ പോയ പാനൊക്കെ ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ദോശയാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഇളകി വരും. ഉണ്ടോ, ഇതേപോലെ സവാള വെച്ച് തേച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ ആ വെള്ളമൊക്കെ നല്ല ചൂടായി കിടക്കുകയാണ്, ഐസ് കട്ടയൊക്കെ ഉരുകിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഐസ് കട്ട വെച്ചൊന്ന് തേച്ച് കൊടുത്തു. അതിനുശേഷം നമുക്ക് സവാള വെച്ച് നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ്, അത് പരലുപ്പ്, ചെറിയ പരലുപ്പാണ് ഇട്ടിരിക്കുന്നത്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് സവാള വെച്ച് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. സൈഡിലാണ് കൂടുതലായിട്ട് ഇങ്ങനെ കട്ടി പിടിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോട്ടിങ്ങൊക്കെ പോയി ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള പാനൊക്കെ നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പം അതുകൊണ്ട് എല്ലാം കഴുകി വൃത്തിയാക്കുന്നുണ്ട്. അപ്പം നല്ലൊരു ഗ്ലേസിങ് ആണ് പാനിനകത്ത്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ദോശയും അതേപോലെ തന്നെ ഗോതമ്പ് ദോശയൊക്കെ ചുട്ടെടുക്കാൻ പറ്റും. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് പാനൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ അതിനകത്തോട്ട് അതുകൊണ്ട് ദോശ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടാൽ നല്ല രീതിയിൽ ഇളകി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ ദോശയൊക്കെ ചുട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. കണ്ടോ.